നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. തിമിരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ കൃഷ്ണപ്രിയയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഈ തിമിരം എന്ന് പറയുന്നത്? എപ്പോഴാണ് നമ്മൾ തിമിരത്തിന് ചികിത്സ തേടേണ്ടി വരാറുള്ളത്? തിമിരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് തിമിരം ഓർ കാറ്ററാക്ട് എന്ന് പറയുന്നത്. അത് ഒരു 40 വയസ്സിന് മുകളിലാണ് സാധാരണയായി കണ്ടുവരുന്നത്. ഇപ്പോൾ തിമിരമുള്ള എല്ലാവരും ചികിത്സ തേടണം എന്നുള്ളതില്ല. നമ്മൾക്ക് നിത്യജീവിതത്തിൽ എന്തെങ്കിലും ഇത് കാരണം ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ തിമിരത്തിന് ചികിത്സ തേടേണ്ടതുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഏതു പ്രായത്തിൽ തൊട്ട് തിമിരം കണ്ടു തുടങ്ങാം, അല്ലെങ്കിൽ ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാവാം? ഒരു 40 വയസ്സിന് മുകളിലാണ് സാധാരണയായി തിമിരം വരാറുള്ളത്. അതൊരു 60 വയസ്സ് മുകളിൽ കുറച്ചുകൂടി കൂടുതലാണ് നമ്മൾ കാണുന്നത്. തിമിരം കാണുന്നത് കുറച്ചുകൂടെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ തിമിരം എന്ന് പറയുമ്പോൾ ഒരു ദൂരക്കാഴ്ചയ്ക്കുള്ള മങ്ങൽ, അതൊക്കെയാണ് ഇതിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ. നമ്മൾ ഫസ്റ്റ് കണ്ടുകൊണ്ടിരുന്ന പലതും ദൂരക്കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന മങ്ങൽ, അതാണ് പ്രധാനമായും തിമിരത്തിൽ ഉണ്ടാകുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ദൂരക്കാഴ്ചയിൽ ഉണ്ടാകുന്ന മങ്ങലല്ലാതെ മറ്റെന്തൊക്കെ ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ കാഴ്ചയെ ഇത് മറ്റേതൊക്കെ രീതിയിൽ ബാധിക്കാം? കാഴ്ചയിൽ പ്രധാനമായും ദൂരെയുള്ള ഡിസ്റ്റൻസുകൾ മങ്ങി തുടങ്ങുക, അതാണ് തിമിരത്തിൽ പ്രധാനമായും ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റുക, ഒരു പുകം മൂടിയതുപോലെയുള്ള, മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് ഒരു പുകം മൂടിയതുപോലെ കാണുക, ദൂരക്കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന ഒരു മങ്ങൽ, അതാണ് തിമിരത്തിൽ വരുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കൃത്യസമയത്ത് ചികിത്സ എടുത്തില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ തിമിരത്തിലുണ്ടാവും? തിമിരത്തിന് ഉള്ളതിൽ നമ്മൾ ഏറ്റവും ഇപ്പോൾ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ തിമിരത്തിന് ശസ്ത്രക്രിയയാണ് ഇതിനൂടെ പ്രധാന ട്രീറ്റ്മെന്റ്. സർജറി ആദ്യമേ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളത് വെച്ചുകൊണ്ടിരുന്നാൽ അത് സർജറി ഒത്തിരി തിമിരം ഒത്തിരി മൂത്ത് പോവുകയും പിന്നെ അത് സർജറി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാവുകയും, അതേപോലെ തന്നെ ഇപ്പോൾ മെച്യൂർ കാറ്ററാക്ട് എന്ന് പറയും ഒത്തിരി മൂത്ത തിമിരത്തിനെ. അത് നമ്മൾ അതിന് മൂത്ത തിമിരം ചെയ്യാൻ തന്നെ സർജറി ചെയ്യാനും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇല്ലാതെ സംടൈംസ് ഇത് തിമിരം ഒത്തിരി മൂത്ത് അത് ലെൻസ് പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കണ്ണിന്റെ മർദ്ദം അധികമാവാൻ സാധ്യതയുണ്ട്. അതുപോലെ കണ്ണിന്റെ തന്നെ ഞരമ്പുകൾക്ക് അധികനാൾ മർദ്ദം അധികമായിരുന്ന് ഇത് കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കാനെല്ലാം സാധ്യതയുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ കണ്ണിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കാഴ്ചയെ സംബന്ധിക്കുന്ന മറ്റു രോഗങ്ങളിൽ നിന്നും തിമിരം ഏതൊക്കെ രീതിയിൽ വ്യത്യാസമായിരിക്കുന്നു? ഇപ്പോൾ തിമിരം എന്ന് പറയുന്നത് നമുക്ക് ശസ്ത്രക്രിയ കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് തിമിരം. ഇതിപ്പോ ലെൻസിന്റെ ആ സുതാര്യത നഷ്ടപ്പെടുന്നതാണ് തിമിരം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന് പകരം ആ സുതാര്യത നഷ്ടപ്പെട്ട ലെൻസ് മാറ്റിയിട്ട് നമുക്ക് പുതിയ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച നമുക്ക് റിക്കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റുള്ള ഈ പറയുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന അസുഖങ്ങൾ പോലെയല്ല, തിമിരം നമ്മൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് തിമിരം. യഥാർത്ഥ സമയത്ത് ശസ്ത്രക്രിയ വഴി ഇതിന് ഒരു ലെൻസ് മാറ്റിയാൽ നമുക്ക് നല്ല കാഴ്ചകൾ ലഭിക്കുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു സർജറി ഇതിലൊരു മാർഗമാണെന്ന്, ഈ അസുഖത്തെ അതിജീവിക്കാനുള്ള. സർജറി അല്ലാതെ കണ്ണട വെച്ച് തിമിരം മാറ്റാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും നമുക്ക് തിമിരം കണ്ണട വെച്ച് മാറ്റാൻ സാധിക്കുന്നതല്ല. നമ്മളുടെ ആ ലെൻസ് മാറ്റി പുതിയ ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ്. കണ്ണട കൊണ്ട് ഒരിക്കലും നമുക്ക് തിമിരത്തിന് ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല. ഡോക്ടർ, ഇപ്പൊ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. മോഹനനാണ്. മോഹനൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ, ഈ സർജറി കഴിഞ്ഞ് വെക്കുന്ന ലെൻസ് കുറച്ചു കാലം കഴിഞ്ഞ് അതിന് പൂപ്പലായിട്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും? ഇല്ല, അങ്ങനെ ഒരിക്കലും പൂപ്പലുകളൊന്നും വരാൻ സാധ്യതകളില്ല. നമ്മൾ സർജറി കഴിഞ്ഞുള്ള മരുന്നുകൾ കൊടുക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക, സമയത്ത് ഒഴിക്കണം. അത് കഴിഞ്ഞ് ഒരിക്കലും ഇങ്ങനെ പൂപ്പൽ അങ്ങനെയൊന്നും വരില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ സർജറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെല്ലാം നൂതന സർജറി രീതികളുണ്ട് ഈ ഒരു സർജറിയിൽ? അതുപോലെ തന്നെ ലേസർ സർജറിയെ കുറിച്ച് കൂടി ഒന്ന് വ്യക്തമാക്കാമോ? സർജറിയിൽ ഇപ്പോൾ നമ്മൾക്ക് പ്രധാനമായും 2 തരത്തിലാണ് സർജറി ഉള്ളത്. ദാറ്റ് ഈസ് SICS എന്ന് പറയും, സ്മോൾ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി. ഇതിൽ നമ്മളൊരു 5 to 6 millimeter ഇൻസിഷൻ വഴി ആണ് ലെൻസ് റിമൂവ് ചെയ്തിട്ട്
പുതിയൊരു ലെൻസ് വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സ്മോൾ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി എന്ന് പറയുന്നത്. ഇനിയെന്നുള്ളത് ഫാക്കോ ആണ്, ഫാക്കോ മെൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അതിൽ നമ്മളൊരു 1 millimeter ഇൻസിഷൻ ആണ് ഇടുന്നത്. അതുവഴി ലെൻസ് റിമൂവ് ചെയ്ത് നമ്മൾ പുതിയ ലെൻസ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫാക്കോ ആണ് നൂതനമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രമേഹം, ഹൃദ്രോഗം മുതലായ അസുഖമുള്ളവർക്ക് ഈ രോഗം വന്നാൽ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സർജറി ഇങ്ങനെയുള്ളവർക്ക് സാധ്യമാണോ? എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ളവർക്ക് ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ഇപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ അതിന് ഷുഗർ കാരണമായി ഞരമ്പ് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾക്ക് തിമിരത്തിന്റെ സർജറി ചെയ്താലും ഇപ്പോൾ ഷുഗർ കാരണം എന്തെങ്കിലും ഞരമ്പിന് ബാധിപ്പുണ്ട് എങ്കിൽ അതിന്റെ റിസൾട്ട് കുറച്ച് കുറവായിരിക്കാം. അതല്ല, ഞരമ്പിന് എന്തും ബാധിപ്പില്ല എങ്കിൽ നമുക്ക് നല്ല കാഴ്ച കിട്ടുന്നതാണ്. ഇപ്പോൾ അതുപോലെ ഷുഗർ ഉണ്ടെങ്കിൽ അവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സർജറി ചെയ്യാറുള്ളത്. പ്രഷറിന്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെയാണ്. അത് കൺട്രോൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അതേപോലെ ഷുഗർ ഉള്ളവർ സർജറി കഴിഞ്ഞും പ്രത്യേക ശ്രദ്ധ എടുക്കേണ്ടുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ സർജറിക്ക് ശേഷമുള്ള റിക്കവറി എങ്ങനെയാണ്? വിശ്രമം എത്ര ദിവസം വേണ്ടി വരും? അതൊരു ദീർഘനാളത്തെ കാലയളവ് എടുക്കുമോ ഇതിൽ നിന്നും ഒന്ന് റിക്കവറായി വരാൻ? എത്ര നാൾ വേണ്ടി വരും? ആ ഒരു സമയപരിധി എത്രത്തോളം ആവും? ഒരിക്കലും ദീർഘനാൾ വിശ്രമത്തിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞ ആദ്യത്തെ 10 ദിവസം നമ്മൾ അധികം തല നനയ്ക്കരുത്. അങ്ങനെയുള്ള ചെറിയ പ്രിക്കോഷൻസ് മാത്രം മതി. ബാക്കിയുള്ള TV കാണുന്നതോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറില്ല. സർജറി ചെയ്ത് അടുത്ത നാൾ തന്നെ നമുക്ക് സാധാരണ പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സർജറിക്ക് ശേഷം കണ്ണാടികൾ കൊടുക്കും. അത് കാറ്റും പൊടി അങ്ങനെ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി അതൊരു കുറച്ചുനാൾ ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ നമ്മൾ സർജറിക്ക് ശേഷം മരുന്നുകൾ, കണ്ണിലൊഴിക്കാനുള്ള മരുന്നുകൾ, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ളതും മറ്റ് വേദനകൾ ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നതാണ്. അത് യഥാക്രമം ഉപയോഗിക്കേണ്ടുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ സർജറിക്ക് ശേഷം കണ്ണാടി വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ഈ കണ്ണട വെക്കുന്നത് എത്ര നാളത്തേക്ക് തുടരേണ്ടി വരും? അല്ലെങ്കിൽ എത്ര നാൾക്ക് ശേഷം ഈ കണ്ണട മാറ്റി നമുക്ക് നോർമൽ രീതിയിൽ കാഴ്ചകൾ കാണാൻ സാധിക്കും? അല്ലേ, കണ്ണട എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ്. നമ്മൾ അതൊരു ഫസ്റ്റ് ഒരു 10 days മാത്രം മതിയാകും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോർമൽ ലൈഫിലേക്കും വരാം. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മൾ തിമിരത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ സർജറിയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സർജറി തിമിരം വന്നു കഴിഞ്ഞ് എത്ര നാളുകൾക്ക് ശേഷമാണ് ഒരാൾക്ക് സർജറി പ്രിഫർ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ സർജറിക്ക് മുൻപ് തന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തിമിരം മാറ്റാൻ സാധിക്കുമോ? ആർക്കൊക്കെയാണ് തിമിരത്തിന് സർജറി വേണ്ടി വരിക? ഇപ്പോൾ തിമിരത്തിന് നമ്മൾ പ്രധാനമായും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ തിമിരത്തിന് സർജറി അഡ്വൈസ് ചെയ്യാറുള്ളത്. അല്ലാത്ത പക്ഷം നമ്മൾ കണ്ണാടിയിലൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരാം. കുറച്ചൊക്കെ കാഴ്ച ഇപ്പോൾ തിമിരത്തിന്റെ ഏർലി സ്റ്റേജസിൽ നമുക്ക് കുറച്ചൊക്കെ കാഴ്ച കിട്ടും. കണ്ണാടിയിൽ തന്നെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരും. പക്ഷേ ഒത്തിരി മങ്ങലുണ്ട്, ഡെയിലിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോൾ നമുക്ക് തിമിരത്തിന് സർജറി ചെയ്യേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു തവണ തിമിരം വന്നു, അത് സർജറി ചെയ്തു, അതിനുശേഷം വീണ്ടും തിമിരം വരാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു തവണ വന്നത് പിന്നെ നമ്മൾ അത് ആ ലെൻസിനെ റിമൂവ് ചെയ്ത് നമ്മൾ പുതിയ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിമിരം വരാനുള്ള സാധ്യതയില്ല. പിന്നെ ഈ വെച്ച ലെൻസിന്റെ പിറകിൽ ഒരു പാട പോലെ ചില ടൈം പോസ്റ്റീരിയർ ക്യാപ്സുലാർ ഒപ്പാസിഫിക്കേഷൻ എന്ന് പറയും അതിനെ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അതിന് ലേസർ വെച്ച് നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലാതെ തിമിരം നമ്മൾ ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വെച്ച ലെൻസിന് പിറകിൽ പോസ്റ്റീരിയർ ക്യാപ്സുലാർ ഒപ്പാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പോലെ ഒരു പാട പോലെ വളരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ലേസർ വെച്ച് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ശരി ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. കൊച്ചിയിൽ നിന്നും അബു ആണ്. അബു, ഡോക്ടറോട് ചോദിച്ചോളൂ. അബു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. ഡോക്ടറെ കേൾക്കുന്നുണ്ട്, ചോദിക്കാം. ഹലോ. അതെ, എന്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ എടുത്ത് ഭാഗം. ഹലോ, കേൾക്കണ്ട? പറയണ കേൾക്കണ്ട? കുറച്ചുകൂടി ശബ്ദത്തിൽ ഒന്നുകൂടി ചോദിക്കാമോ? കുറച്ചുകൂടി ശബ്ദത്തിൽ ഒന്നുകൂടി ചോദിക്കാമോ? അതെ, എനിക്ക് നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. അതെ, നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇടത്തെ കണ്ണ് കുറച്ച് കാഴ്ച കുറവാണ്. പിന്നെ തിമിരം വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കണ്ണട വെച്ച്
കാണും. പിന്നെ ഇപ്പൊ വീണ്ടും കാഴ്ച കുറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? തിമിരം സർജറി ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷമായി? അതിപ്പോ ഒരു 8-9 വർഷമായി. 9 വർഷത്തോളായി. ഹലോ ഡോക്ടർ സർജറി 9 വർഷത്തോളമായി. 9 വർഷത്തോളമായി എന്നാണ് പ്രേക്ഷകൻ പറയുന്നത്. ചോദ്യം ഒന്നുകൂടെ പറയാമോ? ക്ലിയർ ആയില്ല. അതെ, നേരത്തെ ഇത് തിമിരം ഓപ്പറേഷൻ സർജറി ചെയ്തതിനു ശേഷം തിമിരം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് നേരത്തെ. എന്നിട്ട് കണ്ണട വെച്ചിട്ടാണ് കാഴ്ച കിട്ടിയത്. പക്ഷെ ഒരു 60% കിട്ടുള്ളൂ. പിന്നെ ഒരു ഇപ്പോൾ എത്ര വർഷമായി കണ്ണിനൊട്ടുമില്ല. സർജറി ചെയ്ത് കഴിഞ്ഞ് എത്ര വർഷമായി? ഹലോ ഡോക്ടർ 9 വർഷത്തോളമായി സർജറി കഴിഞ്ഞിട്ട്. അതൊക്കെ ഡോക്ടർ പ്രേക്ഷകൻ സർജറി ചോദിച്ചതാണ്, കഴിഞ്ഞ് എത്ര വർഷം? അദ്ദേഹത്തിന് തിമിരത്തിന്റെ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞതാണ്. 9 വർഷത്തോളമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ശേഷം ഇപ്പോൾ ഇടത്തെ കണ്ണിന് വീണ്ടും കാഴ്ചയ്ക്ക് മങ്ങൽ വരുന്നു. വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ തിമിരത്തിന്റെ സർജറി കഴിഞ്ഞ് ഒരു ചില ആൾക്കാരിൽ പോസ്റ്റീരിയർ ക്യാപ്സുലാർ ഒപ്പാസിഫിക്കേഷൻ, അതായത് ഒരു പാട പോലെ തന്നെ ഈ തിമിരത്തിന്റെ പോലെ തന്നെ ഒരു പാട പോലെ ഫോം ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരിൽ നമുക്ക് ലേസർ ചെയ്ത് ആ ഇത് പാട നീക്കം ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നതാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ വ്യക്തമാണ്. നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റീരിയർ ക്യാപ്സുലാർ ഒപ്പാസിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്നൊക്കെ ഉപയോഗിച്ച് ഡയലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുകയുള്ളൂ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പൊ നമ്മോടൊപ്പം മറ്റൊരു പ്രേക്ഷക കൂടി ചേരുകയാണ്. ചാലക്കുടിയിൽ നിന്നും ഷീലയാണ്. ഷീല, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട്. എന്റെ കണ്ണിന് ആദ്യം ലെഫ്റ്റ് സൈഡിലെ കണ്ണിനായിരുന്നു ഇങ്ങനെ ഫ്ലാഷ് അടിക്കണമെന്നും പിന്നെ പ്രാണിങ്ങനെ നമുക്ക് പാക്കണം അങ്ങനെയൊക്കെ തോന്നണം. ഇപ്പൊ 2 കണ്ണിലുണ്ട്, ഒരു മൂടലൊക്കെ പോലെ. അതെന്താ ഡോക്ടർ? എങ്ങനെ? ക്ലിയർ ആയില്ല. ഹലോ ഷീല, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ഹലോ ഹലോ ഷീല, ചോദിച്ചോളൂ. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? കണ്ണിനെ ഇങ്ങനെ ഫ്ലാഷ് അടിക്കണോ? ഇത് തിമിരത്തിന്റെ വല്ല സർജറി കഴിഞ്ഞതാണോ? ഹലോ, കണ്ണിന് ഫ്ലാഷ് അടിക്കണമെന്നൊക്കെ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ചിലപ്പോൾ മറയണമെന്ന് തോന്നുന്നു. അതെന്താണ്? കണ്ണിൽ ഫ്ലാഷ് അടിക്കുന്നു എന്നാണോ പറയുന്നത്? ഹലോ ഹലോ ഡോക്ടർ, പ്രേക്ഷക ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു കണ്ണിന് ആദ്യം ചെറിയ മൂടലുണ്ടായിരുന്നു, ഇപ്പോൾ രണ്ടാമത്തെ കണ്ണിനും ആ മൂടൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നാണ് പ്രേക്ഷക ചോദിക്കുന്നത്. ഈ മൂടൽ എന്ന് പറയുന്നത് തിമിരത്തിന്റെ ആകാം. വയസ്സ് എത്ര ഉണ്ട്? ഹലോ 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 കേൾക്കാമോ? ഹലോ ഡോക്ടർ, കോൾ കട്ടായെന്ന് മൂടൽ കരുതുന്നു. തിമിരത്തിന്റെ എങ്കിലും പ്രേക്ഷക ചോദിച്ചതിന് ബാക്കിയായി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു കണ്ണിന് മാത്രമല്ല 2 കണ്ണിനും ഒരേ സമയം തിമിരം വരാൻ സാധ്യതയുണ്ടോ? അതായത് ഇതുപോലെ മൂടൽ പോലെയോ അല്ലെങ്കിൽ കാഴ്ച മങ്ങുന്നത് പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. ഓൾമോസ്റ്റ് എല്ലാവരിലും നമ്മൾ ഒരേ സമയം തന്നെയാണ് 2 കണ്ണിലും ഒരേപോലെയാണ് തിമിരം വരാൻ സാധ്യത. പിന്നെ ചില ആൾക്കാരിൽ ഒരു കണ്ണിന് അധികമായിരിക്കും, മറ്റു കണ്ണിൽ കുറച്ചൊരു കുറവ് കാണും. അങ്ങനെയാണ് സാധാരണയായിട്ട് വരുന്നത്. അത് നമ്മൾക്ക് സർജറി 2 കണ്ണിലും ചെയ്യാവുന്നതാണ്. ശരി ഡോക്ടർ, ഇപ്പൊ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. മാവേലിക്കരയിൽ നിന്നും സജിയാണ്. സജി, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ, എനിക്കൊരു സ്ട്രോക്ക് വന്നായിരുന്നേ. ഒരു 8 കൊല്ലമായി സ്ട്രോക്ക് വന്നായിരുന്നു. എനിക്ക് ഡയബറ്റീസ് അസുഖമുണ്ട്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് പോയതാണ്. കേരളത്തിലെ ഹോസ്പിറ്റലും കേരളത്തിന് പുറത്തും പോയതാ, അരവിന്ദനൊക്കെ പോയതാ. അവര് ലേസർ ചെയ്തിട്ട് ഒന്നും ഇതാവുന്നില്ല. ഇപ്പൊ ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റില്ല ഇപ്പൊ നിൽക്കുന്നേ. അപ്പൊ എനിക്കത് കാഴ്ച തിരിച്ച് കിട്ടുമോ? 2 കണ്ണും മൂടപ്പാണ്, കേട് മാത്രമേ ഉള്ളൂ.
സാർ പറയുന്നതനുസരിച്ച് ഡയബറ്റിക്കിന്റെ അസുഖമുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അത് ഈ ഡയബറ്റിക്കിന്റെ കാരണം എന്തെങ്കിലും ഞരമ്പിന് ബാധിപ്പുണ്ട് എങ്കിൽ നമുക്ക് അതിനെ അടുത്ത പറയുന്നത് ഷുഗറിൻ്റെതായ ബാധിപ്പാണ് എങ്കിൽ നമുക്ക് അടുത്തുള്ള കാഴ്ച മങ്ങുന്നത് പ്രിവെന്റ് ചെയ്യാനാണ് സാധിക്കുന്നത്, അല്ലാതെ നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ ഷുഗർ കാരണം ഉള്ള ഞരമ്പിന്റെ ബാധിപ്പിന് ഇഞ്ചക്ഷൻ, ലേസർ, പലതരം ഇഞ്ചക്ഷനുകൾ, ലേസർ എല്ലാം ലഭ്യമാണ്. അതുവഴി നമുക്ക് ഫർദറായിട്ടുള്ള കുറച്ചുകൂടെയുള്ള ഡാമേജിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പുതിയതായി നമ്മൾ ഇപ്പോൾ ഉള്ള കാഴ്ച നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഈ ലേസർ ട്രീറ്റ്മെന്റ് വഴിയും മറ്റുള്ള ഇഞ്ചക്ഷനുകൾ വഴിയും നമ്മൾക്ക് ഇപ്പോഴുള്ള കാഴ്ചകൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. ഷുഗർ കുറച്ചേ പറ്റുമോ ഡോക്ടറെ? ഹലോ, ഷുഗർ കുറച്ചാൽ ഇത് മാറൂ ഡോക്ടർ? ഷുഗർ കുറഞ്ഞാൽ ഈ അസുഖം മാറുമോ എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആയില്ല, എന്താണ് ഡോക്ടർ? ഷുഗർ കുറഞ്ഞാൽ അസുഖം മാറുമോ എന്നാണ് പ്രേക്ഷകൻ ചോദിക്കുന്നത്. ഷുഗർ അതാണ് അതായത് ഷുഗർ കാരണം ഒരിക്കൽ ഞരമ്പ് ബാധിക്കുകയാണ്, ഞരമ്പിന് എന്തെങ്കിലും ബാധിപ്പ് വരികയാണ് എങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ലേസർ ട്രീറ്റ്മെന്റുകൾ, ഇഞ്ചക്ഷൻ അതെല്ലാം മുഖേന അടുത്ത കുറച്ചുകൂടി ഡാമേജ് ആകുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനാണ് സാധിക്കുന്നത്. ഉള്ള കാഴ്ച അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. അതായത് നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് കാഴ്ചയുണ്ടോ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ശരി ഡോക്ടർ. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രമേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റു രോഗമുള്ളവരിൽ നിന്നും ഈ പ്രമേഹമുള്ളവർ തിമിരത്തെ ഏതൊക്കെ രീതിയിൽ കരുതിയിരിക്കേണ്ടതുണ്ട്? പ്രമേഹമുള്ളവരിൽ തിമിരം കുറച്ചുകൂടി നേരത്തെ വരാൻ സാധ്യതയുണ്ട്. സോ അവർ കുറച്ചുകൂടി മുമ്പുകൾ തന്നെ ടെസ്റ്റുകളെല്ലാം നടത്തുക, എന്തെങ്കിലും തിമിരം ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. അതേപോലെ സർജറിയുടെ സമയത്തും അവരിൽ നമ്മൾ സർജറിക്ക് മുമ്പ് തന്നെ അവർക്ക് ഷുഗർ കാരണം എന്തെങ്കിലും ഞരമ്പിന് ബാധിപ്പുണ്ടോ എന്നുള്ളത് നോക്കിയതിനു ശേഷമാണ് നമ്മൾ സർജറിക്ക് പറയാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഞരമ്പിന് ബാധിപ്പുണ്ട് എങ്കിൽ, ഷുഗർ കാരണം എന്തെങ്കിലും ഞരമ്പിന് ബാധിപ്പുണ്ട് എങ്കിൽ നമ്മൾക്ക് തിമിരത്തിന്റെ സർജറി കഴിഞ്ഞാലും അത് കാഴ്ചയുടെ കാര്യം നമുക്ക് ഞരമ്പ് എന്തിനു വേണ്ടി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പറയുന്നത്. അതേമാതിരി സർജറിക്ക് ശേഷവും അവർ കണ്ണിന് പ്രത്യേക ശ്രദ്ധ എടുക്കേണ്ടതാണ്. ഡ്രോപ്സ് ഒഴിക്കുന്നതിലും മറ്റുള്ള കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കുട്ടികളിലെ തിമിരം അത് വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? കുട്ടികളിൽ സാധാരണ ഇങ്ങനെ ഒരു രോഗം കണ്ടുവരാറുണ്ടോ? കുട്ടികളിൽ തിമിരം വരാം. കൺജനിറ്റൽ കാറ്ററാക്ട് എന്ന് പറയും. ജനിക്കുന്ന കുട്ടികളിൽ തിമിരം വരാനുള്ള സാധ്യതയുണ്ട്. അത് ചില ഹെറിഡിറ്ററി ആയിട്ടും ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വരാനുണ്ട് സാധ്യതയുണ്ട്. അവർക്ക് ഏറ്റവും മുന്നേ തന്നെ സർജറി ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ പാരമ്പര്യമായി തിമിരം വരാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഇപ്പോൾ നമ്മൾ തിമിരം എന്ന് പറയുന്നത് തന്നെ ഈ സൂര്യകിരണങ്ങൾ അധികം എക്സ്പോസ് ആവുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് തിമിരം എന്ന് പറയുന്നത്. അതിന് പ്രധാനമായും പാരമ്പര്യം ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പാരമ്പര്യമായും നമ്മളുടെ ഈ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. ഈ സൂര്യകിരണങ്ങൾ ഏൽക്കും എന്നുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് തിമിരത്തിൻ്റെത് വരുന്നത്. പ്രധാനമായും പാരമ്പര്യത്തിനും ഒരു പങ്കുണ്ട് ഇതിൽ. ഡോക്ടർ, ഈ പാരമ്പര്യമല്ലാതെ മറ്റെന്തൊക്കെ ഘടകങ്ങൾ ഒരു വ്യക്തിക്ക് തിമിരം വരാൻ കാരണമാകുന്നുണ്ട്? വയസ്സൊരു പ്രധാനമാണ്. നമ്മൾ ഈ 40 വയസ്സിന് ശേഷമാണ് പ്രധാനമായും തിമിരം കണ്ടുവരുന്നത്. അത് ഈ സൂര്യകിരണങ്ങളുടെ എക്സ്പോഷർ കൊണ്ടാണ് കൂടുതലായും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി അത് ഒരു പ്രധാന ഫാക്ടറാണ്. ശരി ഡോക്ടർ, നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. മാളയിൽ നിന്നും സജീവനാണ്. സജീവൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ക്ഷമിക്കണം ഡോക്ടർ, കോൾ കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ തിമിരത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ തിമിരം വന്ന ഒരാൾക്ക് അതിൻ്റെ അളവ് വീണ്ടും ശരീരത്തിൽ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം? പുകവലിയൊക്കെ ഇതിനെ ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? തീർച്ചയായും പുകവലി, അതുപോലെ തന്നെ നമ്മളുടെ മറ്റു സിസ്റ്റമിക് നമ്മളുടെ ബോഡിയിലുള്ള മറ്റുള്ള രോഗങ്ങൾ തിമിരത്തിനെ ബാധിക്കുന്നതാണ്. തിമിരം അത് കുറച്ചുകൂടി മുമ്പേ വരാനും അതുപോലെ തന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് വരാനും മറ്റുള്ള അസുഖങ്ങൾ ലൈക്ക് ഷുഗർ, ഡയബറ്റീസ് ഉള്ളവരിൽ, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെ ഉള്ളവരിൽ തന്നെ ഷുഗർ തിമിരം കുറച്ചുകൂടി മുമ്പേ വരാൻ സാധ്യതയുണ്ട്. ഈ പുകവലി അതെല്ലാം ഇതിനൊരു ഘടകമാണ്. പുകവലിക്കുന്നവരിൽ തിമിരം കുറച്ചുകൂടി മുമ്പേ, ഇപ്പോൾ 40 വയസ്സെന്ന് പറയുന്നു, അതിൽ കുറച്ചുകൂടി മുമ്പേ വരാൻ സാധ്യതകളുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകളുടെ ഉപയോഗം ഇതൊക്കെ മോശമായ രീതിയിൽ തിമിരമുള്ള ഒരാളെ ബാധിക്കില്ലേ?
തീർച്ചയായും നമ്മൾ സ്റ്റീറോയിഡുകൾ ഇപ്പോൾ പല സിസ്റ്റമിക് ആസ്മ അങ്ങനെയുള്ള പല കണ്ടീഷനുകളിലും നമ്മൾ സ്റ്റീറോയിഡ്സ് എടുക്കാറുണ്ട്. ഈ സ്റ്റീറോയിഡ്സ് കാരണം നമുക്ക് കാറ്ററാക്ട് തിമിരം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്ട് എന്ന് പറയും. ഈ സ്റ്റീറോയിഡുകളുടെ അമിത ഉപയോഗം കൊണ്ടുണ്ടാകുന്ന തിമിരമാണത്. അത് ഇപ്പോൾ എത്ര വർഷം നമ്മൾ സ്റ്റീറോയിഡ് എടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് വരുന്നത്. കുറെ നാൾ നമ്മൾ തുടർച്ചയായി സ്റ്റീറോയിഡുകൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തിമിരം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ കണ്ണിൽ ഒഴിക്കുന്ന സ്റ്റീറോയിഡ്സ് ഉണ്ട്, ഡ്രോപ്സ് ആയിട്ടുള്ള സ്റ്റീറോയിഡ്സ്. അത് കാരണം കണ്ണിന്റെ പ്രഷർ അധികമാവാനുള്ള സാധ്യതയും ഉണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ തിമിരം എന്നൊരു രോഗത്തെ പ്രതിരോധിക്കാൻ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥം കൂടുതലായി കഴിക്കേണ്ടതോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതോ ആയുണ്ടോ? നമ്മൾ പ്രധാനമായും ക്യാരറ്റ് അങ്ങനെ ഉള്ള ബീറ്റ കരോട്ടീൻസ് ഉള്ള ഭക്ഷണങ്ങൾ അധികമായി അതിൽ ഉൾപ്പെടുത്തുക. മറ്റ് ഒഴിവാക്കാൻ പ്രധാനമായും ഇത് സൂര്യകിരണങ്ങളുടെ ഒരു ഫലത്തിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം സൺലൈറ്റ് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ളതാണ് പ്രധാനമായും ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തിയിൽ തിമിരത്തിൻ്റെ തുടക്കം നമ്മൾ കണ്ടു തുടങ്ങിയെങ്കിൽ മാക്സിമം ഇതുപോലെ തന്നെ സൂര്യരശ്മികൾ ഏൽക്കാതിരിക്കുക, അല്ലെങ്കിൽ സൺഗ്ലാസ് പോലുള്ളവ ഉപയോഗിക്കുക. അതിൽ നിന്നൊക്കെ തിമിരം കൂടാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ? അത് ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ. ഇപ്പോൾ നമ്മൾ അധികം സൂര്യയിലേക്കാതിരിക്കുക എന്നുള്ളതൊക്കെ ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള ചില ഫാമിലി ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളും ഏജ് അതുള്ളതും പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഒരു 60 വയസ്സിന് മുകളിൽ സാധാരണയായി തിമിരം കണ്ടുവരുന്നതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. തിമിരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം സംസാരിച്ചത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ കൃഷ്ണപ്രിയയാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നമസ്കാരം.